പ്രോഗ്രാം ഉണ്ടല്ലോ ബിജുവിൻ്റെ. ആ കുന്നൂഴി അറവശാല ഉൾക്കാടം 10:30 പക്ഷേ വരണേ ഉള്ളൂ. അയാൾ 1 മണിക്കൂർ ലേറ്റ്. എന്നോട് അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞു. റെഡിയാണോ? നമ്മുടെ ഒരു MLA കൂടെ വരാനുണ്ട്. ഓണാഘോഷത്തിൻ്റെ വാർത്താ സമ്മേളനമാണ്. ടൂറിസം ഡയറക്ടർ, ടൂറിസം സെക്രട്ടറി എല്ലാവരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും അറിയാമല്ലോ. പക്ഷേ ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി മുഖ്യ രക്ഷാധികാരി ശ്രീ പിണറായി വിജയൻ, രക്ഷാധികാരികൾ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, പൊതുവിതരണ മന്ത്രി, ചെയർമാനായി ബഹുമാനപ്പെട്ട ടൂറിസം മിനിസ്റ്റർ, വർക്കിംഗ് ചെയർമാനായി വിദ്യാഭ്യാസ മന്ത്രി, പിന്നെ അധികാരികളും അതുപോലെ MLA മാർ, ചെയർമാന്മാരായിട്ടുള്ള വിവിധ കമ്മിറ്റികളും നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 3 മുതൽ 9 വരെയാണ് സംഘടിപ്പിക്കുന്നത്. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ 3 വൈകിട്ട് 6 മണിക്ക് കനകക്കുന്ന് നിശാഗന്ധിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. സംഗീതം, നൃത്ത, വാദ്യഘോഷങ്ങളോട് സെപ്റ്റംബർ 9 വരെ വിപുലമായ പരിപാടികളോടെയാണ് ഓണം വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് മന്ത്രി ശ്രീ PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ശ്രീ GR അനിൽ, ബഹുമാനപ്പെട്ട MP മാർ, ബഹുമാനപ്പെട്ട MLA മാർ, മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്,
ടൂറിസം സെക്രട്ടറി കെ ബിജു, ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ രവി മോഹൻ, ജയം രവി എന്നിവർ മുഖ്യാതിഥികളാകും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നിശാഗന്ധിയിൽ മ്യൂസിക് നൈറ്റ് അരങ്ങേറും. വൈവിധ്യപൂർണമായ ഓണാഘോഷ പരിപാടികളാണ് ഇത്തവണ സംഘടിപ്പിക്കുന്നത്. ദീപാലങ്കാരവും ഘോഷയാത്രയും കലാപരിപാടികൾ ഉൾപ്പെടെ മുൻവർഷത്തേക്കാൾ വിപുലമായി നടത്തും. കേരളത്തിൻ്റെ പരമ്പരാഗതവും തനിമ തുടിക്കുന്നതുമായ കലാരൂപങ്ങൾക്കൊപ്പം ആധുനിക കലകളും സംഗീത നൃത്യ വിരുന്നുകളും ആയോധന കലാപ്രകടനങ്ങളും ഓണം ആഘോഷത്തിന് മാറ്റുകൂട്ടും. സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുര മൈതാനം, ഗ്രീൻഫീൽഡ്, ശംഖുമുഖം, ഭാരതഭവൻ, ഗാന്ധി പാർക്ക്, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, മ്യൂസിയം കാമ്പൗണ്ട് തുടങ്ങിയ 33 വേദികളിലാണ് തിരുവനന്തപുരത്ത് കലാപരിപാടികൾ അരങ്ങേറുക. പ്രമുഖർ ഉൾപ്പെടെ ആയിരക്കണക്കിന് കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കും. വർക്കല ടൂറിസം കേന്ദ്രത്തിലും നെടുമങ്ങാടും വിപുലമായ പരിപാടികൾ അരങ്ങേറും. പ്രത്യക്ഷമായും പരോക്ഷമായും 10,000-ഓളം വരുന്ന കലാകാരന്മാർ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. നാളെ ഓഗസ്റ്റ് 31 വൈകിട്ട് 5 കനകക്കുന്നിൽ ഓണാഘോഷത്തിൻ്റെ പതാക ഉയർത്തും. ഓണം ട്രേഡ് ഫെയർ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2 കനകക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷത്തോടനുബന്ധിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെപ്റ്റംബർ മാസം 2 ചൊവ്വാഴ്ച വൈകിട്ട് 5 നടക്കുന്ന പ്രദർശന വടംവലിയിൽ ബഹുമാനപ്പെട്ട MLA-മാർ, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. നഗരത്തിലെ ദീപാലങ്കാരം, മീഡിയ സെൻറ്റർ എന്നിവയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് 6:30 നടക്കും. അത്തപ്പൂക്കള മത്സരം ചൊവ്വാഴ്ച വെള്ളയമ്പലം ജവഹർ ബാലഭവൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രബോധ് പയ്യന്നൂർ, GS പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കേരളീയ കലാരൂപങ്ങളുടെ ദൃശ്യാവിഷ്കരണം നിശാഗന്ധി വേദിയാകും. കൂടാതെ പ്രശസ്ത സംഗീത സംവിധായകൻ ശരത്തിൻ്റെ സംഗീത നിശയും, മനോ, ചിന്മയി, വിനീത് ശ്രീനിവാസൻ, സിത്താര കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ സംഗീത പരിപാടികളും സുരാജ് ബെഞ്ഞാറുവൻ്റെ മുഗൾ ഷോയും നിശാഗന്ധിയിൽ നടക്കും. നരേഷ് അയ്യർ, ബിജു നാരായണൻ, കല്ലറ ഗോപൻ, സുദീപ് കുമാർ, വിധു പ്രതാപ്, നജീം, അർഷാദ്, രമ്യ നമ്പീശൻ, രാജേഷ് ചേർത്തല, നിത്യമാമൻ, പുഷ്പവതി എന്നിവരുടെ സംഗീത പരിപാടികൾ വിവിധ വേദികളിലായി അരങ്ങേറും. ഇതിന് പുറമെ വിവിധ വേദികളിലായി മ്യൂസിക് ബാൻഡുകളുടെ അവതരണവും കോമഡി മെഗാ ഷോയും നൃത്തപരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടും. സെൻട്രൽ സ്റ്റേഡിയത്തിലും പൂജപ്പുര മൈതാനത്തുമായി വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ പരിപാടികൾ നടക്കും. ഓണം വാരാഘോഷത്തിൻ്റെ സമാപനം കുറിച്ച് വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്ര സെപ്റ്റംബർ 9 വൈകിട്ട് മാനവീയം വീതിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്യും. വൈകുന്നേരം മറ്റ് ജില്ലകളിലെ ഓണാഘോഷ പരിപാടികൾക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും നേതൃത്വം നൽകും. ഘോഷയാത്രയിൽ ഇപ്പോൾ അവസാനമായിട്ട് തീരുമാനമെടുത്തിട്ടില്ല. 150ഓളം വരുന്ന ഫ്ലോട്ടുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്യസംസ്ഥാനത്തു നിന്നും കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടറി പറ അല്ല സെക്രട്ടറി പറ ഇതിൽ ഈ നമ്മുടെ മാധ്യമങ്ങളുടെ പരിപാടി 3-ാം തീയതി കൈരളി ചാനൽ ചിങ്ങനിലാവ്, 4-ാം തീയതി ഫ്യൂഷൻ മ്യൂസിക്, അന്ന് 7 മണിക്ക് ടൈംസ് ഓഫ് ഇന്ത്യ ശരത് മ്യൂസിക് ഡയറക്ടറുടെ പ്രോഗ്രാം, 5-ാം തീയതി ഒന്നിച്ചൊന്നായി GS പ്രദീപ്, പ്രബോധ് പയ്യന്നൂർ, അന്ന് തന്നെ സ്വരാജ് വെഞ്ഞാറമൂടിൻ്റെ മെഗാ ഷോ 8 മണിക്ക്. പിന്നെ വരുന്നത് ദേശാഭിമാനി മ്യൂസിക് ഷോ 6-ാം തീയതി 7 മണിക്ക് സിത്താര കൃഷ്ണകുമാർ. 8-ാം തീയതി അന്ന് പ്രോഗ്രാമുണ്ട്, നൃത്തം പ്രോഗ്രാമുണ്ട്, ജുഗൽബന്ദി. അന്ന് 7 മണിക്ക് ചിന്മയി ശ്രീപാദ ലൈവ് മ്യൂസിക് കൺസൾട്ട്.
9-ാം തീയതി വിനീത് ശ്രീനിവാസൻ്റെ മ്യൂസിക്. ഇതാണ് നമ്മുടെ ഈ മാധ്യമങ്ങളുടെ പ്രോഗ്രാം. 1, 2, 3, 4, 5, 6 ഇതെല്ലാം കൂടെ തന്നുവെച്ചാൽ പ്രസ് റിലീസായിട്ട് കൊടുത്തേക്കാം. ഇതിൽ ടോട്ടൽ പ്രോഗ്രാം ഉണ്ട്, എല്ലാം മൊത്തം ടോട്ടൽ പ്രോഗ്രാം ഉണ്ട്. അത് തന്നേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാം. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. ഇപ്രാവശ്യം അതിൻ്റെ കമ്മിറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. ഘോഷയാത്രയിലെല്ലാം പരമാവധി അങ്ങനെ തന്നെ വേണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് ആളുകൾ ഇതിനെ ലംഘിക്കാൻ വേണ്ടി നിൽക്കും. പരമാവധി നോക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ പറയാം. ഇത് പ്രോഗ്രാമിലൊക്കെ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ പറയാം, കുഴപ്പമില്ല. ഒന്നുമില്ല. പ്രോഗ്രാമൊക്കെ ഉള്ളോ? ഓ, ഏതിന് ചേരുന്നത്? അതിന് അധ്യാപകരായിട്ടാ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? സാമൂഹ്യക്ഷേമ വകുപ്പല്ലേ? അത് ഗൗരവമായിട്ട് എടുക്കാം, അത് പരിശോധിക്കാം. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. നമുക്ക് പരിശോധിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരാതി എന്തെങ്കിലും ഒരു ഇതും കൂടെ തന്നാൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ജനൻ ടി വി പങ്കെടുക്കുന്നുണ്ട്, ജീവൻ ടി വി, ACV, പിന്നെ M5 ന്യൂസ്, മെട്രോ വാർത്ത, കേരള മോദി, മാധ്യമം, മീഡിയ 1, മലയാളം ന്യൂസ്. ചില മാധ്യമങ്ങൾ പങ്കെടുക്കുന്നില്ല കേട്ടോ. മലയാള മനോരമയൊന്നും പങ്കെടുക്കുന്നില്ല. നമ്മുടെ വല്ല കാശിൻ്റെ കുറവല്ലോ ആണോ? ശ്രീദേവി ഒന്ന് ഇടപെടണം. എല്ലാ വർഷവും ഉള്ളതാണ് മനോരമ. എനിക്കത് വിട്ടുപോയതായിരിക്കും. വിളിച്ച് പറയാം. ശരി, ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഇതുവരെ വേറെ വ്യത്യസ്തമായ അഭിപ്രായമൊന്നുമില്ല. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളും ആക്ഷേപങ്ങളും പ്രത്യാരോപണവും ഓണാഘോഷിക്കുന്ന ഒരു ബന്ധവുമില്ല. അതിൽ വിവാദമായിട്ടുള്ള ആരെ പേരും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം സുസമ്മതരായിട്ടുള്ള ആൾക്കാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു തർക്കമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ തർക്കമുള്ളവരാരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കാനും തയ്യാറില്ല, യഥാർത്ഥ തർക്കക്കാരാണെങ്കിൽ. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സൗഹാർദ്ദപരമായി ഐക്യത്തോടു കൂടി നല്ല ഓണം നന്നായി തന്നെ നടത്തി തീർക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം നിയമസഭയെല്ലാം വരെയില്ലേ, അപ്പോൾ അവിടെ നമുക്ക് ചർച്ച ചെയ്താൽ പോരെ. എന്താ പിന്നെ പാട്ടിന് തന്നെ ബുദ്ധിമുട്ടാവും, ഗാനത്തിന് തന്നെ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതങ്ങ് ചെയ്യുക, അതായിരിക്കും നല്ലത്. എങ്ങനെ
6-7 മാസം കൂടെ ഇനി. ഞാൻ പിന്നെ അവസാനിപ്പിക്കാം. താങ്ക് യു.